നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. ആളുകൾ കണ്ടു തുടങ്ങിയോ? ഞാൻ ഇന്നലെ ഒ പിയിൽ ഇരിക്കുന്ന സമയത്തെ നിങ്ങൾക്ക് ഇവിടെ യു എയിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. യു എയില് നമ്മുടെ നാട്ടില് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന പട്ടികളെ പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുക പൂച്ചകളെയാണ്. നായകളെയും പട്ടികളെയും ഇവിടെ കാണാൻ പറ്റില്ല. പക്ഷെ പൂച്ചകൾ നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ സ്ട്രേ കാറ്റ്സ് ധാരാളം ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കും. സോ ഇന്നലെ ഒരു ഫാദർ ഒരു കുട്ടിയെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ പാർക്ക് പോയ സമയത്ത് അങ്ങനെയുള്ള ഒരു സ്ട്രേ കാറ്റ് ആ കുട്ടിയെ മാന്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പലരും ഇങ്ങനെ ഒരു സംശയം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പലരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. വീട്ടിൽ വളർത്തുന്ന, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പലരുടെ വീട്ടിലും പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയും അത് അധിക സമയവും നമ്മൾ അവർക്ക് പ്രതിരോധ കുത്തിവയ്പും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എനിക്ക് ആളുകളെ ആരും കാണുന്നില്ല. നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് അയക്കണേ. കമന്റ്സിൽ ആരെങ്കിലും ഒരു ഹായ് അയച്ചാൽ എനിക്ക് ലൈവ് ആക്റ്റീവായി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇതില് ആക്റ്റീവായി എന്ന് അറിയാറില്ല. യെസ്, ഓക്കെ, ഹായ് വന്നു. ശരി. അപ്പോ പലരും വിചാരിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടില് കുത്തിവയ്പ് എടുത്ത, പ്രതിരോധ കുത്തിവയ്പ്, റാബീസ് കുത്തിവയ്പ് ഒക്കെ എടുത്ത പട്ടിയോ പൂച്ചക്കുട്ടിയോ ഒക്കെ നമ്മുടെ കയ്യിൽ മാന്ത് കടിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണ്ട, റാബീസ് വാക്സിൻ എടുക്കണ്ട എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. നോക്കൂ, അങ്ങനെയല്ല. നമ്മുടെ വീട്ടിലെ ഇപ്പൊ പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ എല്ലാ ഇങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾക്കും റാബീസ് വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതാണ്. അതെന്തായാലും എടുക്കേണ്ടതാണ്. പക്ഷേ അതെടുത്തു എന്നതുകൊണ്ട് ആ പട്ടിയോ പൂച്ചയോ നിങ്ങളെ കടിക്കുകയോ മാന്തുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ പോറലാണെങ്കിലും ശരി, നിങ്ങൾ റാബീസ് വാക്സിൻ എടുക്കാതിരിക്കരുത്. കാരണം നമ്മുടെ പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ആണെങ്കിലും അതിന്റെ ശരീരത്തിൽ വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ വാക്സിൻ കൊടുത്ത രീതി ശരിയാണോ, അല്ലെങ്കിൽ വാക്സിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇനിയിപ്പോ ഇതൊക്കെ നല്ലതാണെങ്കിൽ പോലും അതിന് എത്രത്തോളം പ്രതിരോധ ശക്തി ഉണ്ട്, അതിന്റെ ശരീരത്തിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എത്രയുണ്ട്, ഇതൊന്നും നമുക്ക് അറിയില്ല. സോ നമ്മൾ എത്ര തന്നെ സേഫ് ആണെന്ന് കരുതിയാലും ഒരു പട്ടിയോ പൂച്ചയോ കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ, അത് വീട്ടിൽ വളർത്തുന്നതാണെങ്കിലും ശരി, നിർബന്ധമായിട്ടും നിങ്ങൾ റാബീസ് വാക്സിൻ എടുത്തിരിക്കണം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, അപ്പൊ പലരും പറയുമ്പോൾ വീട്ടിൽ പട്ടിയും പൂച്ചയൊക്കെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സോപ്പിന് ആദ്യം ചെയ്യേണ്ടത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 15 മിനിറ്റ് നിങ്ങളുടെ കടി കിട്ടിയ ഭാഗം, അതിപ്പോ ചിലപ്പോ ചോര പൊടിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചോര ഉണ്ടാവില്ല, ചെറിയൊരു മുറിവ് മാത്രമേ ഉണ്ടാവൂ, ചെറിയൊരു പോറലും, ഇനി എത്ര ചെറുതാണ് എന്ന് വിചാരിച്ചാലും നിങ്ങൾ അതിനെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വിടരുത്. ആ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് 15 മിനിറ്റ് വൃത്തിയായി സോപ്പ് പതപ്പിച്ച് കഴുകണം. അതാണ് ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ എന്ന് പറയേണ്ടത്. അതിനുശേഷം എത്രയും വേഗം തന്നെ നിങ്ങൾ പോയിട്ട് റാബീസ് വാക്സിൻ എടുക്കണം. പിന്നെ അപ്പോ ഞാൻ ഈ വീട്ടിൽ വളർത്തുന്ന പട്ടികളുടെയും പൂച്ചയുടെയും കാര്യം പറഞ്ഞത്. അപ്പൊ പലരും പറയും, ഡോക്ടറെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏത് നേരവും വാക്സിൻ എടുക്കാനേ നേരം ഉണ്ടാവും. കാര്യം വീട്ടിലെ പട്ടിയും പൂച്ചയൊക്കെ എപ്പോഴും ഞങ്ങളെങ്ങനെ മാന്തും കടിക്കൊക്കെ ചെയ്യും, അത് തമാശയ്ക്ക് കളിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് മാന്തലും കടിയൊക്കെ കിട്ടാറുണ്ട് എന്ന് പറയും. നോക്കൂ, നിങ്ങൾ ഒരു തവണ ഇപ്പൊ ഇതിങ്ങനെ ആദ്യത്തെ തവണ ഒരു മാന്തലോ കടിയോ കിട്ടുമ്പോൾ നിങ്ങൾ പോയിട്ട് വാക്സിൻ എടുക്കുമല്ലോ, ആ വാക്സിൻ നിങ്ങൾ കംപ്ലീറ്റ് ഷെഡ്യൂൾ എടുക്കണം. ഇത് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം, നിങ്ങൾ എടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള 3 മാസം നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം കടിയും മാന്തലും പിന്നെ കിട്ടിയാലും നിങ്ങൾ വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല. ഇനി 3 മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് വീണ്ടും ഒരു മാന്തലോ കടിയോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുക്കണം. പക്ഷേ നിങ്ങൾ ആദ്യം എടുത്ത അത്ര ഡോസുകൾ എടുക്കണ്ട, വെറും 2 ബൂസ്റ്റർ ഡോസുകൾ എടുത്താൽ മതി. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പോ നിങ്ങളുടെ വീട്ടിലെ ഒരു വളർത്തുമൃഗമായിട്ടുള്ള പട്ടിയോ പൂച്ചയോ നായോ ഒക്കെ ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഇതിന്റെ അടുത്ത് നിന്ന് എപ്പോഴും ഇങ്ങനെ കടി കിട്ടാനുള്ള മാന്തൽ കിട്ടാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഓരോ തവണയും പോയിട്ട് റാബീസ് വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല. ഇത് ഫസ്റ്റ് ടൈം കിട്ടുന്ന സമയത്ത് നിർബന്ധമായിട്ടും പോയിട്ട് ഫുൾ ഷെഡ്യൂൾ എടുക്കുക. അതായത് നിങ്ങൾ തൊലിക്ക് താഴെ വെക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ 4 ഷെഡ്യൂൾ ഉണ്ട്, 4 ഡോസ് ഉണ്ട്, 0, 3, 7 അങ്ങനെ ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തരും. സോ അത് കൃത്യമായിട്ട് പോയെടുക്കുക. അതിനുശേഷം ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഇനി പിന്നെയും കടിയും മാന്തലും കിട്ടിയാലും നിങ്ങൾ പോയി എടുക്കേണ്ട കാര്യമില്ല. ഈ 3 മാസത്തിന് ശേഷമാണെങ്കിലും നിങ്ങൾ ഡെഫിനറ്റ്ലി പോയിട്ട് റാബീസ് വാക്സിൻ എടുക്കണം. പക്ഷേ നിങ്ങൾ ആദ്യം എടുത്തത്ര 4 ഡോസുകൾ എടുക്കേണ്ട കാര്യമില്ല, വെറും 2 ഡോസുകൾ മാത്രം എടുത്താൽ മതിയാവും. അപ്പോ പിന്നെ വേറെ ആളുകളുണ്ട്, അതായത് പല കാറ്റിൽ ഫാമില് അല്ലെങ്കിൽ കെന്നലുകളില്, അതായത് പട്ടികളെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവര്, അതായത് ഇവരുമായിട്ട് എപ്പോഴും സമ്പർക്കം ഉണ്ടാവുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ആക്ച്വലി ഈ കടിയും മാന്തലൊക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്ന് പറയും. അതായത് അതിന് മുമ്പ് തന്നെ പോയിട്ട് നമുക്ക് വാക്സിൻ എടുക്കാനും നമുക്ക് സാധിക്കും.
ഓക്കെ, അത് നമ്മൾ 3 ഡോസ് വാക്സിനാണ് എടുക്കേണ്ടത്. അതായത് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ഇത് കടിയും മാന്തലൊക്കെ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു ജോലി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നായ വളർത്ത് കേന്ദ്രത്തിൽ ജോലി എടുക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് സെന്ററിൽ ജോലി എടുക്കുന്ന ആളാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ എപ്പോഴും ഇതിന്റെ ഒരു റിസ്ക് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എടുക്കുന്ന ആളുകൾ നേരത്തെ തന്നെ ഒരു 3 ഡോസ് റാബീസ് വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ അവർക്കും ഈ പറയുന്ന പോലെ പിന്നെ എപ്പോഴെങ്കിലും 3 മാസത്തിന് ശേഷം എപ്പോഴെങ്കിലും കടിയോ മാന്തലോ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ആ 2 ഡോസ് വാക്സിൻ മാത്രം ബൂസ്റ്റർ ആയിട്ട് എടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോ ഇതാണ് ഇന്ന് ഞാൻ എന്താ വെച്ചാൽ ഇതിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് എനിക്ക് തോന്നിയതാണ്. കുറെ പേർക്ക് പലരും വിചാരിക്കാറുണ്ട്, അയ്യോ അത് വീട്ടിലെ പൂച്ചയല്ലേ, അത് വീട്ടിലെ പട്ടിയല്ലേ, കുത്തിവയ്പ്പ് എടുത്ത പട്ടിയല്ലേ, കുത്തിവയ്പ്പ് എടുത്ത പൂച്ചയല്ലേ. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഒരു തരത്തിലും റിസ്ക് എടുക്കരുത്. കാരണം റാബീസ് എന്ന് പറയുന്നത് ചികിത്സയില്ലാത്ത ഒരു അസുഖമാണ്. വന്നു കഴിഞ്ഞാൽ മരണമാണ് അതിന്റെ ആകെയുള്ള ഒരു ഫൈനൽ ഔട്ട്കം. സോ അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ തടയാൻ പറ്റുന്ന വാക്സിൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു റിസ്ക് എടുക്കരുത്. എത്രത്തോളം അറിയുന്ന പൂച്ചയാവട്ടെ, അറിയുന്ന നായാവട്ടെ, പ്രത്യേകിച്ച് പൂച്ചയുടെ കാര്യത്തിൽ ഈ പൂച്ചകളൊക്കെ പല സ്ഥലത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും പൂച്ചകൾക്ക്. സോ പൂച്ചകളെ ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കരുത്. സോ അങ്ങനെയുള്ള എന്ത് കുഞ്ഞി ഒരു പോറലാണെങ്കിലും ശരി, അത് നിങ്ങൾ ഗൗരവത്തോടു കൂടി എടുക്കണം. നിർബന്ധമായിട്ടും എത്രയും വേഗം, എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് പലരും ചോദിച്ചു, എത്രയും വേഗം നിങ്ങൾക്ക് എത്ര വേഗം റാബീസ് വാക്സിൻ പോയിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും വേഗം പോയി എടുക്കുക കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ, വീട്ടിൽ വളർത്തുന്ന പൂച്ചയും നായയും കടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ തവണ ഫുൾ കോഴ്സ് വാക്സിൻ എടുക്കണം, 4 ഡോസും എടുക്കണം. സ്കിന്നിന് അടിയിലാണെങ്കിൽ, മസിലിൽ കൊടുക്കുന്ന വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ 5 ഡോസ് എടുക്കണം. അപ്പോൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നമുക്ക് കിട്ടുന്നത് സ്കിന്നിന്റെ അടിയിൽ, തൊലിക്ക് അടിയിൽ വെക്കുന്ന ഇൻട്രാഡെർമൽ വാക്സിൻസ് ആണ്. അത് 4 ഡോസാണ് എടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ തവണ ഫുൾ എടുക്കുക. ഫസ്റ്റ് 3 മന്ത്സിന്റെ ഉള്ളിൽ വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെയും കടിയും മാന്തലും കിട്ടിയാലും കുഴപ്പമില്ല. 3 മാസത്തിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ 2 ഡോസ് ബൂസ്റ്റർ എടുക്കുക. ഓക്കെ, 2 ഡോസ് ബൂസ്റ്റർ എടുക്കണം. ഇനി ഇത് ഇങ്ങനെ സ്ഥിരം കിട്ടുന്ന ആളുകളാണെങ്കിൽ ഇത് കിട്ടുന്നതിന് മുന്നേ തന്നെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ 3 ഡോസ് റാബീസ് വാക്സിൻ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആയിട്ടും എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. കാണുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ. കടിയത്തെ ഭാഗത്തിന് മുകളിൽ തുണിയൊന്നും വെച്ച് കെട്ടേണ്ട കാര്യമില്ല കേട്ടോ. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അതൊക്കെ പണ്ടത്തെ നമ്മൾ പാമ്പ് കടിയിലൊക്കെ പണ്ട് ചെയ്തിരുന്ന ചില തെറ്റിദ്ധാരണകളാണ്. അതൊന്നും വേണ്ട. ഇവിടെ നായും പട്ടിയൊന്നും കടിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ ഭാഗം വൃത്തിയായി കഴുകുക, എത്രയും വേഗം ആശുപത്രിയിലെത്തി റാബീസ് വാക്സിൻ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരിലേക്കും എത്തിക്കും ഷെയർ ചെയ്തിട്ട്. ബൈ.